ഞാൻ മരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് മരിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടിക്കാൻ വരുന്നത് അവൻ്റെ കെട്ടിയോളം കൂടെ പറയാമെന്നും പ്രവർത്തിക്കാമെന്നും എല്ലാം ചെയ്തേര് എന്നെ ഇട്ടേച്ച് പോയി 1 വർഷമായി. ഒരു മകനും മകളുമുള്ള അന്നക്കുട്ടിയമ്മയുടെ അവസാന വാക്കുകളാണ് ഈ കേട്ടത്. ജീവനറ്റു പോകും മുൻപ് നൊന്തു പ്രസവിച്ച മക്കൾ കാണാനെത്തുമെന്ന പ്രതീക്ഷ അവസാന ശ്വാസം വരെ ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് കർശനമായി വിളിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കാണാനെത്തിയ മകൻ വീട്ടിൽ വളർത്തുനായ ഒറ്റയ്ക്കാണെന്ന കാരണം പറഞ്ഞ് സ്വന്തം അമ്മയെ കൈയൊഴിഞ്ഞു. അമ്മച്ചി നോക്കാൻ സമയമില്ല, പട്ടിക്ക് ചോറ് കൊടുക്കണം. പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി അവർ പോയത്. ജനങ്ങൾ ഞങ്ങളെല്ലാം വിശന്ന് കിടക്കുക. തള്ളേപ്പിള്ളി നോക്കാൻ സമയമില്ല. ഞങ്ങൾ ജനങ്ങൾ മൊത്തം നോക്കി കട്ടിലിൻ്റെ അടിയിൽ കിടക്കുമായിരുന്നു. ഈലാമക്കാക്കാൻ നോക്കി ഞങ്ങളെല്ലാം സഹകരിച്ചു. ആശ്ചര്യപ്പെടാൻ ആരും വന്നില്ല. അവസാന കാലം വരെ അന്നക്കുട്ടിക്ക് ഭക്ഷണം നൽകാനെത്തിയത് കുറച്ച് അയൽവാസികളായിരുന്നു. അന്നക്കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് പലതവണ ഇവർ മക്കളെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. മരണക്കിടക്കയിൽ അന്നക്കുട്ടിക്ക് കരുതലായി ഒപ്പം നിന്നത് കുമളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇനിയൊരമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കാൻ അച്ഛനമ്മമാരെ നടതള്ളുന്ന മക്കൾക്ക് ഒരു മുന്നറിയിപ്പെന്നോണം അന്നക്കുട്ടിയുടെ മക്കൾക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സെക്ഷൻ 24 ഓഫ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് പ്രകാരം പാരൻസിനെയും സീനിയർ സിറ്റിസൺസിനെയും ആയ അവരെയും ഉപേക്ഷിക്കുന്നവരെ അവർക്ക് മതിയായ കെയറും പ്രൊട്ടക്ഷനും നൽകേണ്ടവരത് ഉപേക്ഷിച്ചാൽ അതൊരു കോഗ്നിസിബിൾ ഒഫൻസാണ്. പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ആക്ഷൻ സ്വീകരിക്കുന്നതായിരിക്കും. വളരും വരെ നമുക്ക് തുണയായവർ, കാവലായവർ, അന്നമൂട്ടി കരുതലേകിയവർ, ബാധ്യതയാവരുതൊരിക്കലും അച്ഛനമ്മമാർ മക്കൾക്ക്, താങ്ങാവണം നമുക്ക് തണലേകിയവർക്ക്. മാതൃഭൂമി ന്യൂസ്, കുമളി.